സുമതി വളവ് കംപ്ലീറ്റ്ലി നമുക്കൊരു ഹൊറർ മൂവി എന്ന് പറയാൻ പറ്റും. എങ്ങനെയാ ഇതിന്റെ ഒരു ജോണർ നമ്മൾ എന്ത് പ്രതീക്ഷിച്ചായിരിക്കണം നമ്മൾ തിയേറ്ററിൽ വരേണ്ടത്? ടൈറ്റിൽ സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഹൊറർ മൂഡിനാണ് മെയിൻ എംഫസിസ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ അതിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ഒരു ഗ്രാമത്തിലെ രണ്ട് കുടുംബങ്ങള്, പിന്നെ ആ കുടുംബങ്ങളിൽ ഉള്ള സുഹൃത്തുക്കള്, ഇവരുടെയൊക്കെ ഒരു ഫൺ, അതിന്റെ ഒരു മാസ് എന്റർടൈനർ മൂവിയുടെ മൂഡിലാണ് ഈ ഹൊറർ സിനിമ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ പറയുന്ന പോലെ ഹൊറർ സ്റ്റോറീസ്, പ്രേത കഥകളൊക്കെ കേൾക്കാൻ ഇഷ്ടമുള്ള ആളാണോ? ഉറപ്പായിട്ടും. എല്ലാവർക്കും പേടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ? പേടിയുള്ളവർക്ക് ഏറ്റവും എനിക്കിഷ്ടമാണ്. എനിക്കൊന്ന് പേടിക്കാൻ വരെ ഇഷ്ടമാണ്. ആക്ച്വലി ഒറിജിനൽ സുമതി വളവിൽ വരെ നമ്മൾ പോയി. എനിക്ക് ആ എക്സ്പീരിയൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മള് ഒരുപാട് പേരായിട്ടാ പോയത്. അതുകൊണ്ട് ഓടിക്കാണും അതേപോലത്തെ അവസ്ഥയായിരുന്നു. പക്ഷെ ഫൺ. നമ്മള് ഒരു സ്ഥലം ഇത്രയും ഒരു ഹോണ്ടഡ് പ്ലേസ് ആണ്, ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ അപ്പൊ തന്നെ നമ്മള്, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മള് ആലോചിക്കാൻ കൂടി ഇല്ല. രാത്രിയാണെങ്കിലും ഏത് സമയമാണെങ്കിലോ അങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയി നമ്മള് വിചാരിക്കാൻ കൂടിയില്ല. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മള് എല്ലാ ചെറിയ സൗണ്ടും അതിന് സുമതി ആയിരിക്കുമോ? ഈ പോയവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ എന്ത് ഒരു ചെറിയ സൗണ്ട് ഉണ്ടാലും ആദ്യം പേടിക്കുന്ന ആളാരായിരുന്നു? അങ്ങനെ പോയവരുടെ കൂട്ടത്തിലെങ്കിലും ഞാനാണ്. അതുകൊണ്ട് പോയില്ല, അറിഞ്ഞില്ല അവര് പോയത്. വിളിച്ചിരുന്നേ പോവായിരുന്നോ? ചിലപ്പോ പോയാൻ ഇത്രയും പേരുണ്ടല്ലോ. മുന്നിലാണെന്നോ ഞാൻ ബാക്കിൽ വന്നോളാന്നൊക്കെ? ഇല്ല, ഇടയ്ക്ക് ആൾക്കാരെ അറിയാൻ നമ്മളെ പിടിച്ചോണ്ട് കുറെ പടങ്ങൾ കാണാറുണ്ടെന്ന് തോന്നുന്നു. പടങ്ങൾ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് എല്ലാ ടൈപ്പും എല്ലാം അറിയാം, പക്ഷെ എനിക്ക് എല്ലാം അതുകൊണ്ട് ഭയങ്കര പേടിയാ. എന്താ അല്ല, എനിക്കും ഭയങ്കര പേടിയായി പ്രേത പരിപാടി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ പേടിയുള്ള സാധനം പ്രേതം തന്നെയാണ്. പ്രേതവും എട്ടുകാലിയും. കാട്ടില് വേട്ട ഷൂട്ട് ചെയ്യുമ്പോ ഞാൻ വേറെ ഒന്നും എനിക്ക് കൺസേൺ അല്ലായിരുന്നു. എട്ടുകാലി വലിയ സൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എടുത്തോണ്ട് പോകും. എനിക്ക് അറാക്നോഫോബിയ ഉണ്ട്. എട്ടുകാലിനെ കാണുമ്പോ ഒരു എന്താ ഫോബിയയുടെ പേര്? അറാക്നോഫോബിയ. ഒരു സിനിമയുണ്ട് അറാക്നോഫോബിയ. നിങ്ങൾക്കും ഉണ്ടോ? ടെസ്റ്റ് ചെയ്യാം. എന്തെങ്കിലും ഫോബിയ ഉണ്ടോ? എനിക്ക് ക്ലോസ്ഡ് സ്പേസിലിരിക്കുന്നതാണോ? എനിക്ക് ഒത്തിരി നേരം പ്ലെയിനിൽ ട്രാവൽ ചെയ്യാനും പറ്റൂല. ഒരു ലിമിറ്റഡ് സമയം. അത് കഴിഞ്ഞിട്ട് ഓൾഡ് എലിവേറ്റേഴ്സ്, പഴയ ചെറിയ എലിവേറ്റേഴ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതും പ്രശ്നം. അവൾക്കത് ഇഷ്ടമാണ്. ഐ ലൈക്ക് കുഞ്ഞു സ്ഥലങ്ങളൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് ഇഷ്ടമായി. ഇപ്പൊ പ്ലെയിനിലിരിക്കുന്ന ഐ ലൈക്ക് ചെറിയ സ്പേസിലിരിക്കുന്നത്. എനിക്ക് ചെറിയ സ്പേസ്, ഇപ്പൊ കുഞ്ഞു പ്ലെയിൻ ആണെങ്കിൽ ഐ ഫൈൻഡ് ഇറ്റ് വെരി നൈസ്. ഈ പ്ലേ ഹൗസിനകത്തൊക്കെ കയറിയിരിക്കുന്നത് അങ്ങനത്തെ ഒരു ഫീല്. പക്ഷെ ഐ ഡോണ്ട് ലൈക്ക് ഓൾഡ് തിങ്സ്. ഇപ്പൊ നമ്മുടെ എറണാകുളത്ത് തന്നെ ആണെങ്കിലും കുറെ പണി തീരാത്ത ഫ്ലാറ്റ്സ് ഉണ്ട്. ഞാനെല്ലാം നോക്കും, ഓക്കെ ദിസ് ഹോണ്ടഡ് ഫ്ലാറ്റ്, ദാറ്റ് ഹോണ്ടഡ് ഫ്ലാറ്റ്. അപ്പൊ ഈ ഒരു എപ്പോഴും നമ്മുടെ എറണാകുളത്ത് കൂടെ പോകുമ്പോ ഒരു വലിയൊരു ഹോണ്ടഡ് ഫ്ലാറ്റ് ഉണ്ട്. എപ്പോഴും ഞാൻ നോക്കും എങ്ങനെ ചരിഞ്ഞ ബിൽഡിംഗ്. പക്ഷെ എനിക്ക് ചെലവ് കാണാൻ പറ്റാറില്ല. ഞാൻ വണ്ടർ എങ്ങനെ ഈ മരമൊക്കെ വളരുന്ന. ഇതിലൊരു ഭയങ്കര വലിയ മരമുണ്ട്. എപ്പോഴും എപ്പോ പോയാലും അത് നോക്കും. അതന്നെ, അതെങ്ങനെ വന്നു? അവിടുത്തെ പ്രേതങ്ങളൊക്കെ വെള്ളം ഒഴിച്ചുകൊണ്ട് കൊടുക്കും. പിള്ളേരോട് സംസാരിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. മരം എങ്ങനെ കിളിച്ചു? കാരണം അവിടെ ആരും അവിടെ കൊണ്ട് എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവുമല്ലോ. ഭയങ്കര വലിയ മരം അവിടെ. കാക്കയൊക്കെ കഴിച്ചിട്ട് പിന്നെ അവിടെ പോയി പിന്നെ എന്തെങ്കിലും സംഭവിക്കുമ്പോ മാത്രമുള്ള മരം, ബാക്കി എല്ലായിടത്തും കുറച്ച് പൂപ്പല് പോലെ ഉള്ളു. അത് എന്തെങ്കിലും പ്രയോജനം വന്നിട്ടതായിരിക്കും. കൺക്ലൂഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് ട്രൈപ്പോഫോബിയ ഉണ്ട്. ഈ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് കൂടിയിരിക്കുന്ന സാധനങ്ങളൊക്കെ കാണുമ്പോ ഇങ്ങനെ ഒരു സാധനം. എനിക്ക് ആക്ച്വലി ഈ കിളികൾ അതെങ്ങനെ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. എനിക്ക് അടുത്തേക്ക് വരാൻ കൂടി അങ്ങനത്തെ ഐറ്റംസിന്റെ അടുത്ത് വരെ എനിക്ക് പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനത് അത് ഞാൻ ഓവർകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തന്നെ തന്നെ ഇപ്പൊ പറഞ്ഞ കിളികളൊക്കെ പറ്റി ഇപ്പൊ മാറ്റിയെടുക്കാനും പാടായിരിക്കും. ഭയങ്കര പാടാണ്. പക്ഷെ ഭയങ്കര പാടാണ്. പക്ഷെ
അല്ല ഗൂഗിളിൽ അത് മാറ്റിയെടുത്താൽ മതി. എല്ലാ ചെലന്തിയൊക്കെ ദിവസവും ചെലന്തിയെ പിടിച്ച് ഇങ്ങനെ ശരിക്കും ചെലന്തീനെ ഞാൻ ആ പേടി എനിക്ക് കൊണ്ട് മാറ്റണ്ട. ഈ സ്പൈഡർമാൻ ഇപ്പൊ കേട്ടിട്ടാരും എന്റെ അടുത്തോട്ട് 8 കാലിയും കൊണ്ട് വരണ്ട, നല്ല ഇടി വാങ്ങി. അത് വലിയ നല്ല ബോൾഡായിട്ടൊക്കെ ഒരു മനുഷ്യൻ വന്നിട്ട് 8 കാലിയെ മാത്രം പേടി. വീഴ്ത്താനായിട്ട് അത് മതിയല്ലോ, ഒരു 8 കാലിയെ കൊണ്ടുവന്നാൽ മതി. വീഴ്ത്താൻ പോകുന്ന ആളും തറയെ വീഴും, ഗ്യാരണ്ടിയാ.